നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ, വോട്ടെടുപ്പിൽ ജയം. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന MDMAയും LSD സ്റ്റാമ്പുമായി ഒരാൾ പിടിയിൽ. മണ്ണമ്പേട്ടയിലെ അക്ഷയ കേന്ദ്രത്തിൽ ഇൻവെർട്ടർ ബാറ്ററി പൊട്ടിത്തെറിച്ച അപകടം, 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ഒമ്പുതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. നന്ദിക്കര സെന്റ് മേരീസ് പള്ളിയിൽ നവദേവാലയ കൂദാശ കർമ്മവും തിരുനാളും മെയ് 26 മുതൽ 31 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരള നിയമസഭയുടെ 25ാം സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. 101 വോട്ടുകളാണ് കോട്ടയം MLA-യായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആനയിച്ച് സ്പീക്കർ കസേരയിൽ ഇരുത്തി. ചരിത്രത്തിൽ ഇതാദ്യമായാണ് കേരള നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കുന്നത്. 50 വർഷത്തിലധികം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി അനുഭവങ്ങളുടെയും പാരമ്പര്യത്തോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകുന്നത്. നിലപാടുകളിലെ കാർക്കശ്യവും ഇടപെടലിലെ ലാളിത്യവുമാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂരിനെ വ്യത്യസ്തനാക്കുന്നത്. ജനകീയനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തവണ കോട്ടയത്ത് നിന്ന് ജയിച്ചത് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിലാണ്. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന MDMAയും 4 LSD സ്റ്റാമ്പുമായി ഒരാൾ പിടിയിൽ. ചന്ദ്രപ്പിന്നി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും കൊടകര പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്ന് 198.3 ഗ്രാം MDMAയും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ലഹരിമരുന്നും വാഹനവും കസ്റ്റഡിയിലെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദേശീയപാതയിൽ കൊടകര പേരാമ്പ്ര ഫ്ലൈ ഓവറിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ 2:45 നടത്തിയ പരിശോധനയിലാണ് വൻ രാസലഹരി ശേഖരം പിടികൂടിയത്. ലോറിയിലെ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന് കണ്ടെത്തിയത്. കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ കാർഗോ പാഴ്സൽ കമ്പനിയിലെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഫാസിൽ. കഴിഞ്ഞ 1 വർഷമായി ഇയാൾ ഇവിടെ ജോലി ചെയ്തു വരികയാണ്. ബാംഗ്ലൂരിൽ നിന്ന് പാഴ്സലുകൾക്കൊപ്പം ലഹരിമരുന്നും ലോറിയിൽ കയറ്റി എറണാകുളം കേന്ദ്രീകരിച്ച് വൻകിട ഇടപാടുകാർക്കും യുവാക്കൾക്കും വിതരണം ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ SI-മാരായ P ജയകൃഷ്ണൻ, സതീശം മടപ്പാട്ടിൽ, PM മൂസ, TR ഷൈൻ, ASI-മാരായ VU സിൽജോ, ലിജു ഇയാനി, AU റെജി, MJ ബിനു, ES ജീവൻ, CK ബിജു, SCPO-മാരായ സോണി PX, CPO-മാരായ AB നിഷാന്ത്, KJ ഷിൻഡോ, സുർജിത് സാഗർ, EA ശ്രീജിത്ത്, കൊടകര പോലീസ് സ്റ്റേഷൻ SHO ജെർലിൻ V സ്കറിയ, വെള്ളിക്കുളങ്ങര CI KK ഷബാബ്, കൊടകര SI-മാരായ MB അരുൾ, PR സുധീഷ്, CPO-മാരായ AR രജിത്, EA ശ്രീനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മണ്ണമ്പേട്ട കരുവാപ്പടിയിലെ അക്ഷയ കേന്ദ്രത്തിൽ ഇൻവെർട്ടർ ബാറ്ററി പൊട്ടിത്തെറിച്ച അപകടം, 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം. മണ്ണമ്പേട്ട കരുവാപ്പടിയിലെ അക്ഷയ കേന്ദ്രത്തിൽ ഇൻവെർട്ടർ ബാറ്ററി പൊട്ടിത്തെറിച്ച് അപകടം, 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 സംഭവം. ഓഫീസിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഇൻവെർട്ടർ ബാറ്ററി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ലിഥിയം ബാറ്ററിയാണ് പൊട്ടിത്തെറിച്ചത്. അക്ഷയ കേന്ദ്രത്തിലെ ബാറ്ററി, ഇൻവെർട്ടർ, വയറിംഗ്, സോളാർ വൈദ്യുത ഉപകരണങ്ങൾ എന്നിവ അപകടത്തിൽ കത്തിനശിച്ചു. വലിയ ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിക്ക് പിന്നാലെ ഓഫീസിനുള്ളിലാകെ കനത്ത പുക പടർന്നു പിടിച്ചു. ഈ സമയത്ത് വിവിധ ആവശ്യങ്ങൾക്കായി അക്ഷയ കേന്ദ്രത്തിൽ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. പുക ഉയർന്നതോടെ ജീവനക്കാരും അക്ഷയ കേന്ദ്രത്തിൽ എത്തിയിരുന്നവരും പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടിമാറി. തുടർന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന ഉടൻ തന്നെ സ്ഥലത്തെത്തി. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സംയോജിതമായി ഇടപെട്ട് പുക നിയന്ത്രിക്കുകയും അപകടാവസ്ഥയിലായ ബാറ്ററി സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു.
പുതുക്കാട് സെന്ററിൽ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകളിലും ഹോട്ടലുകളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. 12ഓളം കടകളിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായും ഹെൽത്ത് കാർഡ് ഇല്ലാതെയും പ്രവർത്തിക്കുന്ന 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. മലിനജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിയതിനും പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് കത്തിച്ചതിനും 2 കടകൾക്ക് 7000 രൂപ പിഴ ചുമത്തി. തട്ടുകടകൾ കേന്ദ്രീകരിച്ച് രാത്രികാല പരിശോധനകൾ 10 ദിവസം കൂടുമ്പോൾ നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രി ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗീതു പ്രിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി, വിനോജ് എന്നിവരാണ് പരിശോധന നടത്തിയത്. നോട്ടീസ് എഴുതിക്കോ. നന്ദിക്കര സെന്റ് മേരീസ് പള്ളി കൂദാശ കർമ്മത്തിന് ഒരുങ്ങി. നന്ദിക്കര സെന്റ് മേരീസ് പള്ളിയിൽ നവദേവാലയ കൂദാശയും തിരുനാളും മെയ് 26 മുതൽ 31 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നന്ദിക്കര പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുള്ള പുനർനിർമ്മിച്ച പള്ളിയുടെ കൂദാശ കർമ്മവും പ്രതിഷ്ഠയും വൈദിക മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പും മെയ് 26 ഉച്ചതിരിഞ്ഞ് 3:30 ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിക്കും. മെയ് 29, 30, 31 തീയതികളിലായി പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളും ആഘോഷിക്കും. 28 ഇടവക ദിനം ആഘോഷിക്കും. അന്നേ ദിവസം രാവിലെ 11:30 സമർപ്പിത സംഗമം, വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, 6:30 സംയുക്ത വാർഷികം, 29 വൈകിട്ട് 5:30 തിരുനാൾ കൊടിയേറ്റം, തുടർന്ന് വിശുദ്ധ കുർബാന, 30 രാവിലെ 6:30 വിശുദ്ധ കുർബാന, കൂട് തുറക്കൽ, അമ്പ് വെഞ്ചിരിപ്പ്, വൈകിട്ട് 10:30 അമ്പ് പ്രദക്ഷിണ സമാപനം. തിരുനാൾ ദിനമായ 31 രാവിലെ 10:15 നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര കാർമ്മികനാകും. ഫാദർ ജോജി കല്ലിങ്ങൽ സന്ദേശം നൽകും. വൈകിട്ട് 4:30 തിരുനാൾ പ്രദക്ഷിണം. ജൂൺ 1 പൂർവികരുടെ ഓർമ്മദിനം ആചരിക്കും. രാവിലെ 6:30 പൂർവികർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ വിൽസൺ പെരേപ്പാടൻ, കൈക്കാരന്മാരായ വർഗീസ് ദേവസിക്കുട്ടി പാണാട്ടുപറമ്പിൽ, ജോൺ ലോനപ്പൻ പാണാട്ടുപറമ്പിൽ, ജനറൽ കൺവീനർ ജെൻസൺ പാണാട്ടുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. നന്ദിക്കര സെന്റ് മേരീസ് ദേവാലയ സ്നേഹം ക്ഷണിക്കുകയാണ്. ഏറെക്കാലത്തെ ആഗ്രഹവും സ്വപ്നവുമാണ് ഈ ദേവാലയ പൂർത്തീകരണത്തിലൂടെ സംഭവിക്കുക. നന്ദിക്കരയ്ക്ക് പുതിയ മാനം നൽകാനായിട്ട് ഈ ദേവാലയത്തെ സഹായകരമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രത്യേകം നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൂദാശ കർമ്മത്തിന് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് ഇരിങ്ങാലക്കുട മെത്രാൻ അഭിമന്യ പോളി കണ്ണൂക്കാടൻ പിതാവാണ്. പോളി കണ്ണൂക്കാടൻ പിതാവിനെ നന്ദിക്കര സ്കൂൾ പരിസരത്ത് നിന്ന് സ്വീകരിക്കും. തുടർന്ന് കൂദാശ കർമ്മം, വെഞ്ചിരിപ്പ്, സ്നേഹവിരുന്ന്. അതിൽ ഇരിങ്ങാലക്കുട രൂപതയിലെ എല്ലാ വികാരി ജനറൽമാരും പങ്കെടുക്കും. ഒപ്പം നന്ദിക്കര വികാരിമാരായിരുന്ന മുൻ വികാരിമാരായിരുന്ന പുരോഹിതരും പങ്കെടുക്കും. പുതുക്കാട് നിയോജകമണ്ഡലം MLA, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം മെയ് 27 ബുധനാഴ്ച ഒരു പ്രവാസി സംഗമം, അതായത് നന്ദിക്കര ഇടവകയിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവരും മുൻപ് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന ഇപ്പോൾ ഇവിടെ സ്ഥിരതാമസമുള്ളവരുടെ ഒരു സംഗമം 10 മണിക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ഉച്ചതിരിഞ്ഞ് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണവും ഉണ്ടായി.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. ജില്ലാ പ്രസിഡന്റ് കെ.വി. അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് പി.ജി. രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എൻ.ആർ. വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മനളി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടി.എം. ഉമേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കിലത്ത, സി.പി. ഉണ്ണികൃഷ്ണൻ, ഷൈന ജോർജ്, ഫൗസിയ ഷാജഹാൻ, പ്രതീഷ് പോൾ, ടൈറ്റസ് കട്ടക്കയം, ജോർജ് സഫിലോ, കെ.വി. ജോർജി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടത്തിയ തിരഞ്ഞെടുപ്പിൽ പി.ജി. രഞ്ജിമോൻ പ്രസിഡന്റായി വിജയിച്ചു. ഒരു കാലത്ത് ഈ നസറുദ്ദീന്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന ശ്രീമാൻ ഹസൻ കോയ ഒരു സമയത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നിരന്തരമായി ശ്രമിച്ചിട്ടും സംഘടനയെ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം മഹാനായ നേതാവാണല്ലോ, അത് കൂട്ടിച്ചേർത്ത് പറയണം. കഴിഞ്ഞില്ല അദ്ദേഹത്തിന്. തിരിച്ച് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ടി നസറുദ്ദീന്റെ വീട്ടിൽ 3 മുറി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. നാഗദൈവങ്ങൾക്ക് 100 പാലും നൽകൽ, ആയില്യപൂജ എന്നിവയുണ്ടായി. കടലൂർ ഇല്ലത്ത് ശ്രീകുട്ടൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി തെക്കേ മഠത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മുൻ മേൽശാന്തി തെക്കേ മഠത്തിൽ മോഹനൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. AITUC ദേശീയ ജനറൽ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ 106 കേന്ദ്രങ്ങളിൽ പതാക ദിനം ആചരിച്ചു. AITUC രൂപീകരിച്ചിട്ട് 106 വർഷമായി എന്നതിനെ ഓർമ്മപ്പെടുത്തിയാണ് 106 കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തത്. ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് അളഗപ്പനഗർ PS മന്ദിരത്തിൽ പതാക ഉയർത്തി. കോടാലി സെന്ററിൽ CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ പതാക ഉയർത്തി. ആമ്പല്ലൂർ RV മന്ദിരത്തിൽ AITUC മണ്ഡലം സെക്രട്ടറി PM നിക്സനും, പൂക്കോട് വെസ്റ്റ് സെന്ററിൽ മണ്ഡലം പ്രസിഡന്റ് PK ശേഖരനും, മണ്ണപ്പേട്ട തെക്കേക്കരയിൽ BKMU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരനും, തലോർ സെന്ററിൽ KCEC ജില്ലാ സെക്രട്ടറി KV മണിലാലും, അളഗപ്പ ടെക്സ്റ്റൈൽസ് മില്ലിന്റെ മുൻപിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K ഉണ്ണികൃഷ്ണനും, വെണ്ടൂരിൽ മണ്ഡലം ട്രഷറർ PC സാജുവും, വല്ലച്ചിറയിൽ VA വിജയനും, പാലിയേക്കര PU സുജിത്തും, തൃക്കൂരിലെ പള്ളിക്കുന്നിൽ ഡെന്നിസ് പുളിക്കനും, പൂക്കോട് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ മുൻപിൽ VK അനീഷും, വട്ടനാത്ര ബാങ്കിന് മുൻവശം KR അനൂപും, പുതുക്കാട് സുനന്ദ ശശിയും, പച്ചളിപ്പുറത്ത് NU മോഹൻദാസും, വരന്തരപ്പള്ളിയിൽ PA ജോർജും, നന്ദിപുലത്ത് ശശികുമാറും, പാലപ്പിള്ളിയിൽ KK രവിയും, വെള്ളിക്കുളങ്ങര കടമ്പോട് KV ഷൈജുവും, നെല്ലായി സെന്ററിൽ R ഉണ്ണികൃഷ്ണനും, തൊട്ടിപ്പാളിൽ PT വിശ്വനാഥനും, രാപ്പാളിൽ VJ മേജോയും, വലികുളം പരിസരം ജയന്തി സുരേന്ദ്രൻ, കാളക്കല്ല് സെന്റർ രാജി രാജൻ തുടങ്ങിയവരും വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. AITUC ദേശീയ ജനറൽ കൌൺസിൽ ജൂൺ 1, 2, 3 തീയതികളിലാണ് തൃശൂരിൽ വെച്ച് നടക്കുന്നത്. മെയ്ദിന റാലി നടന്ന പ്രദേശമായത് എന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരിലാണ്. സഖാവ് KP പോളും സഖാവ് MA ചാക്കുവേട്ടനും KK വാര്യരും അങ്ങനെ തുടങ്ങി തൃശ്ശൂരിൽ ആദ്യമായി മെയ്ദിന റാലി നടത്തുമ്പോൾ 7 പേരടങ്ങിയ ഒരു സംഘമാണ് മെയ്ദിന റാലിക്ക് വേണ്ടിയുള്ള തുടക്കം കുറിച്ചത്. പിന്നീട് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയായി അത് മാറി. അത് തൃശ്ശൂരിൻ്റെ മെയ്ദിന റാലിയുടെ ഒരു ചരിത്രം. മറ്റത്തൂർ പഞ്ചായത്ത് വെള്ളിക്കുളങ്ങര 11ാം വാർഡിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഒരുക്കം ത്രിദിന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഔസേബ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR റെനി, ക്യാമ്പ് ഡയറക്ടർ K പ്രസാദ്, ADS ചെയർപേഴ്സൺ ഹസീന എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ബദൽ ജീവിത പഠന കേന്ദ്രം ഡയറക്ടർ വർഗീസ് പോൾ നേതാവാകാം ജേതാവാകും എന്ന വിഷയത്തിൽ പരിശീലനം നൽകി. ഞാൻ ആരുടെയും പുറകിൽ നടന്ന് ആരെയും സഹായിക്കാൻ പോവാറില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ സഹായം ചോദിച്ചു വരുന്നവരെ ഞാൻ സഹായിക്കാറുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ വെള്ളമടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ അച്ഛനെ ഉപദേശിച്ച് 5 പേര് എന്ന് പറയാം. അതിൽ ഭാവനയൊന്നും വേണ്ട, കവിതയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെ പോയിന്റ്സുകൾ മാത്രം പറഞ്ഞാൽ മതി. അതിനെ വികസിപ്പിക്കാനും അതിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ കഴിവുള്ള ആൾക്കാരൊക്കെ നമ്മൾ തൊഴിലാളികളുണ്ടാവുന്നത്. നീറ്റ് UG പരീക്ഷയിൽ അടിമുടി മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ പരീക്ഷ എഴുതുന്നതിന് ഉയർന്ന പ്രായപരിധി ഏർപ്പെടുത്തിയേക്കും. എത്ര തവണ പരീക്ഷ എഴുതാം എന്നതിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് ആലോചന. ഏകീകൃത എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷയെക്കുറിച്ചും കേന്ദ്രം ചർച്ച തുടങ്ങി.
നീറ്റ് അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായിരിക്കുമെന്ന് NTA നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാറ്റത്തിനൊപ്പം പുതിയ പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയേക്കുമെന്നാണ് വിവരം. സർക്കാർ നിയോഗിച്ച വിദഗ്ധരടങ്ങിയ കമ്മിറ്റികൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. നിലവിൽ നീറ്റ് UG പരീക്ഷ എഴുതാൻ പ്രായപരിധിയില്ല. എത്ര തവണ എഴുതാമെന്ന നിയന്ത്രണവുമില്ല. പരീക്ഷ എഴുതാൻ 17 വയസ്സ് തികഞ്ഞിരിക്കണം എന്നത് മാത്രമാണ് ഏക നിബന്ധന. നീറ്റിന് ഉയർന്ന പ്രായപരിധി കൂടി നിർദ്ദേശിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. വ്യാഴാഴ്ച നടന്ന പാർലമെന്ററി സമിതി യോഗത്തിൽ NTA ഇക്കാര്യം അറിയിച്ചു. ഒപ്പം എഞ്ചിനീയറിംഗിനും മെഡിക്കൽ പ്രവേശനത്തിനും ഏകീകൃത പൊതുപരീക്ഷ എന്ന ആശയവും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിലുണ്ട്. അതേസമയം നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 4 പേർ കൂടി കസ്റ്റഡിയിലായി. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇവരെ പിടികൂടിയതെന്നാണ് റിപ്പോർട്ട്. ചോർത്തിയ ചോദ്യപേപ്പർ പണം നൽകി വാങ്ങിയ രക്ഷിതാക്കളാണ് കസ്റ്റഡിയിലായത്. നന്ദിപുരം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. നന്ദിപുരം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ സിജോ കുരിശ്ശേരി കൊടിയേറ്റ് നിർവഹിച്ചു. വികാരി ഫാദർ മേജോ മങ്ങാട്ടിളയൻ സന്നിഹിതനായിരുന്നു. മെയ് 31 ഞായർ 10 വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, തുടർന്ന് ഊട്ടുനേർച്ചയും ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകും. അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 26 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായി കേരളം, തെക്കൻ തമിഴ്നാട് എന്നിവയ്ക്ക് മുകളിലൂടെ കന്യാകുമാരി വരെ നീളുന്ന ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതായും അറിയിപ്പുണ്ട്. 26-ന് കാലവർഷം എത്തുമെന്നാണ് മുന്നറിയിപ്പ്. അതോടെ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കെമിസ്ട്രി, സോഷ്യോളജി ജൂനിയർ, ബോട്ടണി ജൂനിയർ, ഹിന്ദി ജൂനിയർ വിഷയങ്ങളിലാണ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളുള്ളത്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29-ന് വെള്ളിയാഴ്ച രാവിലെ 11-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്റർവ്യൂവിനായി സ്കൂളിൽ ഹാജരാകണം. അളഗപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്, സുവോളജി, കൊമേഴ്സ് എന്നീ വിഭാഗങ്ങളിലാണ് താൽക്കാലിക അധ്യാപക ഒഴിവുകൾ. ഈ മാസം 28-ന് രാവിലെ 11-ന് ഹയർ സെക്കൻഡറി ഓഫീസിൽ ഇന്റർവ്യൂ നടത്തും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,620 രൂപ, പവന് 1,16,960 രൂപ. കല്ലൂർ ഞെള്ളൂർ പൂക്കോടൻ മേരി അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ റാഫേലാണ് ഭർത്താവ്. ആന്റണി, യേശുദാസ് എന്നിവർ മക്കളും ഏഞ്ചൽ മരുമകളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് കുറ്റിക്കാടൻ ഡേവിസ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബേബിയാണ് ഭാര്യ. സിറിൽ, റോസ്മോൾ എന്നിവർ മക്കളും സാഹിത്യ, അരുൺ എന്നിവർ മരുമക്കളുമാണ്. എറവക്കാട് കണ്ണംകുളങ്ങര വാരിയത്ത് ഗിരിജ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുരേന്ദ്രനാണ് ഭർത്താവ്. സുജ, സുജിത് എന്നിവർ മക്കളും സുനിൽകുമാർ മരുമകനുമാണ്. ചെങ്ങാലൂർ സ്നേഹപുരം വാവാലം പറമ്പിൽ വർഗീസ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രിൻസിയാണ് ഭാര്യ. എമിൽ, പരേതയായ സ്നേഹ എന്നിവർ മക്കളാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ, വോട്ടെടുപ്പിൽ ജയം. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന MDMA-യും LSD സ്റ്റാമ്പുമായി ഒരാൾ പിടിയിൽ. മണ്ണമ്പേട്ടയിലെ അക്ഷയ കേന്ദ്രത്തിൽ ഇൻവെർട്ടർ ബാറ്ററി പൊട്ടിത്തെറിച്ച അപകടം, 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ഒമ്പുതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. നന്ദിക്കര സെന്റ് മേരീസ് പള്ളിയിൽ നവദേവാലയ കൂദാശ കർമ്മവും തിരുനാളും മെയ് 26 മുതൽ 31 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.